കായംകുളം സമാജ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഓണാഘോഷം വ്യത്യസ്തമായി. മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി ഉദ്ഘാടനം നിർവഹിച്ചു. കായംകുളം കേന്ദ്രമാക്കി കഴിഞ്ഞ 4 വർഷമായി പ്രവർത്തിക്കുന്ന സമാജ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഓണാഘോഷ പരിപാടികൾ വ്യത്യസ്തവും മാതൃകയുമായി. ദുരിത ജീവിതം നയിക്കുന്ന 25 രോഗികൾക്ക് ഭക്ഷണ കിറ്റ് നൽകിക്കൊണ്ടാണ് ഓണം സമാജ് പ്രവർത്തകർ ആഘോഷിച്ചത്. കായംകുളം മുനിസിപ്പാലിറ്റി, ആറാട്ടുപുഴ, ദേവികുളങ്ങര, കണ്ടല്ലൂർ, പത്തിയൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകളിലെ 25 രോഗികൾക്കാണ് സമാജ് ഇതിലൂടെ സാന്ത്വനമേകിയത്. പരിപാടികൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കും സ്വർഗമാണെന്ന് അല്ല, നമ്മൾ അവിടേക്ക് ഇറങ്ങി ചെല്ലുന്നില്ല, സമൂഹത്തിലേക്ക് കണ്ണു തുറന്ന് നോക്കുന്നില്ല. അങ്ങനെ നോക്കുന്നവർക്ക് മാത്രമേ നമ്മുടെ ഈ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പലരും അങ്ങനെ നോക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇത്തരക്കാരെ കാണുവാനും അവർക്ക് വേണ്ടുന്ന സഹായം നമുക്ക് ചെയ്യുവാനും കഴിയുന്നത്. അപ്പം അത്തരത്തിൽ ഇവിടെ നമുക്ക് അതുപോലെ തന്നെ കുട്ടികളെ, നിങ്ങൾക്കും നാളെ വളർന്നു വരുമ്പോൾ പലരും ഇവിടെ ഇരിപ്പുണ്ട്, യുവാക്കളുണ്ട്, ആണായാലും പെണ്ണായാലും നിങ്ങൾക്കൊക്കെ നാളെ വളർന്നു വരുമ്പോൾ നിങ്ങൾ ഈ പല നമ്മൾക്കറിയാം, നമ്മൾ ഇന്നെല്ലാം കളഞ്ഞിട്ട് നമ്മുടെ പൂർവികന്മാർ നമുക്ക് വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ച് അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ തുടച്ചു നീക്കിയെന്ന് നമ്മൾ അവകാശപ്പെടുമ്പോഴും ഇപ്പോഴും തലപൊക്കി വരുന്നുണ്ട് പല അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും പല ജാതീയ ചിന്തകളും ഒക്കെ. അപ്പം അതൊക്കെ മറികടന്നുകൊണ്ട് നമ്മളെല്ലാവരും സമത്വ സുന്ദരമായ ഈ ലോകത്ത് നമ്മൾ എല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ സന്തോഷത്തോടെ ഇത് ജീവിക്കണം എന്നുള്ളതിൻ്റെ ഒരു മുന്നറിയിപ്പ്, ഒരു അറിയിപ്പ്, ഒരു ഓർമ്മ പുതുക്കലാണ് നമ്മുടെ ഓണം എന്ന് പറയുന്നത്. അപ്പം സമൃദ്ധിയോടെ നമ്മുടെ നല്ല വിളവെടുപ്പ് കാലം എല്ലാം കൊണ്ട് നമ്മൾ വളരെ സമൃദ്ധിയോടെ ഓണം ആഘോഷിക്കുവാൻ ഈ സമൂഹവും നമ്മുടെ സർക്കാരും നമ്മളോടൊപ്പമുണ്ട്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഇപ്പം ഈ വേദിയിലും എൻ്റെ അച്ഛനെ ഓർക്കുന്ന ആൾക്കാർ, ഇപ്പം അംബുജാക്ഷി മാഡം ടീച്ചർ ഇപ്പോൾ എൻ്റെ അച്ഛനെ അടുത്തറിയാമെന്ന്, ഇവിടെ എനിക്ക് മാഡത്തിനെ നേരത്തെ അറിയാം, പക്ഷേ പപ്പായിട്ട് അടുപ്പമുണ്ടെന്നുള്ള കാര്യം ഇവിടെ വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഓരോ വേദിയിലും ഞാൻ ഇങ്ങനെ പോകുമ്പോൾ എൻ്റെ ആ അച്ഛൻ്റെ മകനായിട്ട് അറിയപ്പെടാനാണ് ഇന്നും എനിക്ക് ആഗ്രഹവും എനിക്ക് ആ സന്തോഷവും. കാരണം അച്ഛനെ ഇപ്പോഴും ആൾക്കാർ ഓർക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ എൻ്റെ കണ്ണ് നിറയുന്നുണ്ട്. ഞങ്ങൾ അറിയാതെ തന്നെ പപ്പ പലയിടത്തും ഓടിയെത്തുന്നുണ്ട്, പലർക്കും വേണ്ടതെല്ലാം ചെയ്യുന്നുണ്ട്. അത്രയൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിലും ഞങ്ങളെ കൊണ്ടാകുന്ന പോലെ ഞങ്ങളത് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അത് ചെയ്യുകയും ചെയ്യും. അതുപോലെ സാറ് പറഞ്ഞു, സാറ് ചെയ്യുന്ന പ്രവർത്തികളൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ഇതുപോലെ ഒത്തിരി ആൾക്കാർ അർഹതപ്പെട്ടവരുണ്ടെന്ന് നമ്മൾ ശരിക്കും അറിയാൻ പോകുന്നുണ്ട്. നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ തിരക്കിട്ട് രാവിലെ ജോലിക്ക് പോകുന്നു, തിരക്കിട്ട് നമ്മൾ വീട്ടിൽ വരുന്നു, നമ്മുടെ വീട്ടുകാരായിട്ട് സമയം സ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെ ഒരു ലൈഫായി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും നമ്മുടെ സമൂഹത്തിൽ എന്ത് സംഭവിക്കുന്നു, നമ്മുടെ ചുറ്റും എന്ത് നടക്കുന്നുണ്ടെന്ന് ശരിക്കും നമുക്ക് അറിയാൻ പറ്റുന്നില്ല. ഇതുപോലുള്ള സാമൂഹ്യ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ആൾക്കാർ അതുകൊണ്ട് അങ്ങനെയുള്ള അർഹതപ്പെട്ടവർക്ക് അവർക്ക് വേണ്ട അർഹതയും ഹെൽപ്പും കിട്ടുന്നതും അതുപോലെ അവർ സമൂഹം അറിയുന്നത് പോലും, അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മനസ്സുണ്ടെങ്കിലും ചിലവർക്ക് ഒത്തിരി പൈസ കാണും, പക്ഷേ അവർക്കത് ചെയ്യാനുള്ള സമയവും ഒരു മനസ്സുമില്ല. ഇതുപോലെയുള്ള നല്ല മനസ്സുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. മാതൃകയായ പ്രവർത്തനങ്ങളിലൂടെ ആതുര പരിചരണ രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ദേശിംഗനാട് സ്കാനിംഗ് സെന്ററിലെ കൺസൾട്ടന്റ് റേഡിയോളജിസ്റ്റ് ഡോക്ടർ സേതു സദാനന്ദൻ, കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹരികുമാർ രവീന്ദ്രൻ, മാതൃകയായ പ്രവർത്തനങ്ങൾ നടത്തുന്ന മതപുരോഹിതൻ പ്രവീൺ വല്യത്ത് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചത് ശ്രദ്ധേയമായി. സമാജ് പ്രസിഡന്റ് ഡോക്ടർ MH രമേശ് കുമാർ, രാജേഷ് കുമാർ, കണ്ടല്ലൂർ, VS സന്തോഷ് കുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.